വഅസാസുസ്സമാവാതി അരീബൻ, ആകാശങ്ങളുടെ അസാസ് അരീബാണ്. അതേ അത് ഏഴാമത്തെ ആകാശമാണ്. വഅസാസുൽ അർളി അജീബൻ വഹിയൽ അർളു സാബിയത്തുൽ സുഫ്ലാ, ദുനിയാവിന്റെ അസാസ് മക്കയാണ്. ആകാശങ്ങളുടെ അസാസ് ഏഴാം ആകാശമാണ്. ഭൂമിയുടെ അസാസ് അത് ഏഴാം ഭൂമിയാണ്. വഅസാസുൽ ജിനാനി ജന്നത്തു അദ്ൻ, സ്വർഗത്തിന്റെ തറ അത് അദ്ൻ എന്ന പേരുള്ള സ്വർഗമാണ്. വഹിയ സുറത്തുൽ ജിനാൻ, അത് സ്വർഗത്തിന്റെ ഒരു താഴ്വരയാണ്. വഅസാസുൻ നാരി ജഹന്നം, നരകത്തിന്റെ അടിത്തറ ജഹന്നമാണ്. അത് വളരെ താഴെയുള്ള ഏഴാമത്തെ തട്ടാണ്. വഅസാസുൽ ഖൽഖി ആദം, മനുഷ്യ സൃഷ്ടിപ്പിന്റെ അടിത്തറ ആദമാണ്. വഅസാസുൽ അംബിയാഇ നൂഹ്, അംബിയാക്കളുടെ അടിത്തറ നൂഹാണ്. വഅസാസു ബനി ഇസ്രായീൽ യാഖൂബ്, ഇസ്രായേൽ സന്തതികളുടെ അടിത്തറ യാഖൂബ് നബിയാണ്. വഅസാസുൽ കുതുബിൽ ഖുർആൻ, ഖുർആനിന്റെ അടിത്തറ അതേ മറ്റുള്ള എല്ലാ കിതാബുകളുടെയും അടിത്തറ ഖുർആനാണ്. വഅസാസുൽ ഖുർആനിൽ ഫാത്തിഹ, ഖുർആനിന്റെ അടിത്തറ സൂറത്തുൽ ഫാത്തിഹയാണ്. വഅസാസുൽ ഫാത്തിഹത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹയുടെ അടിത്തറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് രോഗമായാൽ ഫഅലൈക ബിൽ ഫാത്തിഹത്തി തുസ്ഫാ, ഈ സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ചോ, രോഗത്തിന് ശമനം ലഭിക്കും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, സൂറത്തുൽ ഫാത്തിഹ ഊരവേദനയുള്ളവർക്കും ഓതാൻ വേണ്ടി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് അൽ വാഫിയ, സൂറത്തുൽ വാഫിയ. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? മറ്റ് സൂറത്തുകൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്രയെങ്കിലും ആയത്തുകൾ ഓതിയിട്ട് നിസ്കാരത്തിൽ നിർത്താൻ പറ്റും. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെയല്ല, ആദ്യം മുതൽ അവസാനം വരെ പൂർത്തിയാക്കി ഓതൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ വാഫിയ എന്ന പേരതിന് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ കാഫിയ. കാഫിയ എന്ന പേര് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ലഭിച്ചത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹ മറ്റുള്ള സൂറത്തുകൾക്കെല്ലാം മതിയാകും, പക്ഷേ വേറെ ഒരു സൂറത്തും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പകരം മതിയാവുകയില്ല. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, നിസ്കാരം തന്നെ എടുത്തോളൂ. നിസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് പകരം മറ്റൊരു സൂറത്ത് മതിയാകുമോ? ഖുർആൻ മുഴുവനും ഓതിയാലും മതിയാവൂല, സൂറത്തുൽ ഫാത്തിഹ തന്നെ വേണം. അതേസമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഒന്നുകൂടി ഓതിയാലോ സൂറത്ത് ഓതുന്നതിന് പകരം അത് മതിയാകും. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് മറ്റുള്ളതിനത് പകരം നിൽക്കും. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പകരം നിൽക്കുന്ന വേറെ സൂറത്തില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ കാഫിയ എന്നതിന് പേര് വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു തമാശ പറയട്ടെ. എല്ലാവരെയും കരയിപ്പിക്കുന്നവനാണല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസ് ഒരു ദിവസം വല്ലാതെ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ കരഞ്ഞ 2-3 സന്ദർഭങ്ങളുണ്ട് ഇബ്ലീസിന്. ആ കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒന്നാണ് സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം. ലിമിലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. ഇബ്ലീസ് കരഞ്ഞു തന്നെ മുഅ്മിനീങ്ങൾക്ക് കുറച്ചും സന്തോഷം ഉണ്ടാവില്ലേ? എന്നാൽ ഇബ്ലീസ് കരഞ്ഞ മറ്റൊരു ദിവസമാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ച ദിവസം. സൂറത്തുൽ ഫാത്തിഹ അവതരിച്ച ദിവസം അതാണ് അന്ന ഇബ്ലീസ് റന്ന ഹീന ഉൻസിലത്ത് ഫാത്തിഹത്തുൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം. കാരണം ഇബ്ലീസിന് അത്ര വെറുപ്പുള്ള ഒരു സൂറത്ത് വേറില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് എത്ര സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയുമോ അത്രയും ഓതിക്കോളൂ. എവിടെ ഓതാൻ കഴിയുമോ ഓതിക്കോളൂ. നിങ്ങൾക്ക് ഏതെല്ലാം സമയത്ത് ഓതാൻ കഴിയുമോ ഓതിക്കോളൂ. സൂറത്തുൽ ഫാത്തിഹ അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ അതിനെതിരായ ചിന്ത വരുന്നുണ്ടോ? ആ ചിന്ത ഇബ്ലീസിന്റെ ചിന്തയാണ്. ഇബ്ലീസ് കരഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് കേട്ടോ. വല്ലാത്ത ബഹുമാനമുള്ള സൂറത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നമ്മൾക്ക് 7 ദിവസവും അത് പറയാനുള്ളത്. അതുകൊണ്ട്
എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ആ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൽ ഒന്നാമത്തെ സൂറത്താണല്ലോ. ഏത് സൂറത്തുകളിലേക്ക് കടക്കുമ്പോഴും, ഏത് ഖുർആനിൽ നിന്ന് ഏത് ഓതുമ്പോഴും ഖുർആൻ അതിന് ചില മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും നല്ലത് സഹോദരന്മാരെ വുദുവോടുകൂടി ഓതുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഖുർആൻ എടുക്കാൻ വുദു ഉണ്ടാകൽ നിർബന്ധമാണ്. മുസ്ഹഫ് എടുക്കാൻ വുദു വേണ്ട എന്ന് പറയുന്നത് അറിവുകേടാണ്. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഖുർആൻ എടുക്കാൻ വുദു വേണമെന്നാണ് പഠിപ്പിച്ചത്. അവർ തന്നെയാണ് ലോകത്തെ വിവരമുള്ളവർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആ പരിശുദ്ധ ഖുർആൻ തൊടാനും എടുക്കാനും വുദു ഉണ്ടാകണം. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അതേ ചെറുപ്പക്കാരായ കുട്ടികൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന വകതിരിവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി ഖുർആൻ വുദുവില്ലാതെ എടുക്കുന്നതിന് വിരോധം ഇല്ല. അവരുടെ മദ്രസകളിലേക്ക് വുദുവില്ലാതെ കൊണ്ടുപോകാം. അവരുടെ മറ്റ് കിതാബുകളുടെ കൂടെ അത് വെക്കാം. അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഉസ്താദിന്റെ മുമ്പിൽ ഓദിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ പഠിക്കുന്നവർക്കൊരു പ്രത്യേകമായ ഒരു ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഖുർആൻ എടുക്കുന്ന സമയത്ത് വുദു വേണം. ഇവിടെ ഞാൻ എന്റെ സഹോദരന്മാരോട് ഒരു മസ്അല ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോ നമ്മൾക്ക് വുദുവില്ലാതിരിക്കുമ്പോ ഖുർആനൊന്ന് എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ പറയും കുട്ടികളാരെങ്കിലും ഉണ്ടോ നോക്കാം. കുട്ടികളാരുമില്ല ഇവിടെ. എന്തിനാണ്? നമ്മൾ ആവശ്യത്തിന് ഖുർആൻ അപ്പുറം കൊണ്ടാകാനാ? പറ്റൂല കേട്ടോ, അത് പറ്റില്ല. നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഖുർആൻ വുദുവില്ലാതെ തൊടാൻ കുട്ടികൾക്കും പറ്റില്ല. അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി അവർക്ക് വുദുവില്ലാതെ തൊടാം. നമ്മൾ ആവശ്യത്തിന് വേണ്ടി അവർ വെക്കുകയാണെങ്കിൽ വുദു എടുക്കണം. വുദുവില്ലാതെ ഖുർആൻ എടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ അദബുകൾ പലതുമുണ്ട്, അതിന്റെ മര്യാദകൾ പലതുമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഖിബിലയിലേക്ക് തിരിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിലും ഖുർആൻ ഓതുന്നതിന് തകരാറൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഖുർആനിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ നിർബന്ധമായ സൂറത്താണ്. ആ സൂറത്ത് നിസ്കാരത്തിൽ ഓതുമ്പോഴും അല്ലാത്ത സമയത്തോതുമ്പോഴും എപ്പോൾ ഓതുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് നിർബന്ധമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് ഖുർആൻ പറയുന്നു. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറയുന്നു, ഖുർആൻ ഓതുന്ന സമയത്ത് അഊദു ജല്ലൽ സുന്നത്താണ്. എന്നാൽ സഹോദരന്മാരെ, ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചൊരു വലിയ മുജ്തഹിദായ ഇമാമാണ് അതാ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അഭിപ്രായം, ഖുർആൻ ഓതുന്ന സമയത്ത് അഊദു ഓതൽ നിർബന്ധമാണ്, സുന്നത്താണെന്ന് പറഞ്ഞാൽ പോരാ, വുജൂബാണെന്ന അഭിപ്രായമാണ്. കാരണം ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചതുകൊണ്ട് നിർബന്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ മദ്ഹബിന്റെ ഇമാമികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം ഖുർആനിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടല്ലോ, കണക്കിലെടുക്കേണ്ടതുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഊദു ഓതാതെയും ചിലപ്പോൾ ഖുർആനിൽ നിന്ന് ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്താണെന്ന് മാത്രമേ വെക്കേണ്ടതുള്ളൂ എന്നാണ് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരുടെ അഭിപ്രായം. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്താണ് ഈ അഊദു? അതിനെ സംബന്ധിച്ചുകൂടി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ സംബന്ധിച്ച് നാളെ ഞാൻ സംസാരം ആരംഭിക്കും. ഇന്ന് ഫാത്തിഹയുടെ തീരത്താണല്ലോ നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയുടെ ഉള്ളറകളിലേക്ക് നാളെയാണ് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എന്തിനാണ് ഖുർആൻ ഓതുമ്പോൾ കാവൽ ചോദിക്കുന്നത്? ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ വചനമല്ലേ? അതെ, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ കൊണ്ടുവരും. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ശൈത്താൻ അത് അപകടത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ശൈത്താൻ ഏത് നല്ല സ്ഥലത്തും
ശൈത്താൻ അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും ഒന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിയിട്ട് ഉറക്ക് വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ശൈത്താൻ വന്നിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വിളിച്ച് സഹായിച്ചേക്കണം. ശൈത്താൻ ഏത് നല്ല സ്ഥലത്തും ശൈത്താൻ അവന്റെ പ്രവർത്തനം നടത്തും. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് പറയണം എന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത്. ശൈത്താൻ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ്, നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വരാതിരിക്കാനാണ്. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ ഏത് കാവലും കൊടുക്കുന്നവൻ. അവനല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ല എന്നത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ലേ? നമ്മൾ 1-ാം ക്ലാസ് മുതലേ പഠിച്ചതിലെ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? ഖൈറായത് കിട്ടാൻ അല്ലാഹുവിനോട് ചോദിക്കുക, ശർറിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായ ശൈത്താനിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുകയാണ്, എന്തെല്ലാം ശർറുള്ള വസ്തുക്കളുണ്ടോ, എന്തെല്ലാം ശർറുള്ള ആശയങ്ങളുണ്ടോ, എന്തെല്ലാം നാശം പിടിച്ച പ്രസ്ഥാനങ്ങളുണ്ടോ, എന്തെല്ലാം ശർറുള്ള ആളുകളുണ്ടോ, അതിൽ നിന്നെല്ലാമാണ് ഞാൻ കാവൽ ചോദിക്കുന്നത് എന്ന ചിന്തയോടെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയേണ്ടത്. കാരണം ശൈത്താൻ അഊദു എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കാക്കുന്നു എന്നാണ്. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണല്ലോ, പടച്ചവനെ കൊണ്ട് കാക്കുകയാണല്ലോ. അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു. മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെല്ലാം നാശമുണ്ടാക്കുന്ന, പ്രശ്നം സൃഷ്ടിക്കുന്ന സൃഷ്ടികളുണ്ടോ അതൊക്കെ ശൈത്താൻ എന്ന പരിധിയിൽപ്പെടും. അതുകൊണ്ട് തന്നെ ശയാത്തീനിൽ ഇൻസി വൽ ജിന്നി യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യന്മാരിലും ശൈത്താന്മാരുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിലും ശൈത്താന്മാരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. ചതിയിൽ പെടുത്താൻ വേണ്ടി, വഞ്ചന നെടുത്തലിൽപ്പെടുത്താൻ വേണ്ടി നല്ല വാചകങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ചതിയിൽപ്പെടുത്തുന്ന ധാരാളം ശൈത്താനുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട്, അതുപോലെ ജിന്നിന്റെ കൂട്ടത്തിലുമുണ്ട്. അപ്പൊ ഏതെല്ലാം ശൈത്താനുണ്ടോ, മനുഷ്യനെ ചതിക്കുന്ന, ചതിയിൽപ്പെടുത്തുന്ന എന്തെല്ലാം ശർറുള്ളതുണ്ടോ അതിൽ നിന്ന് മുഴുവനും കാവൽ ചോദിക്കുന്ന ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അബൂദർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, യാ അബൂദർ തഅബ്ബദ് ബില്ലാഹി മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്, മനുഷ്യരിലും ജിന്നിലുമുള്ള ശൈത്താനിൽ നിന്ന് താങ്കൾ കാവൽ തേടൂ അബൂദറേ. ഉടനെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു അവലിൽ ഇൻസാനി ശയാത്തീനു, മനുഷ്യന്മാർക്ക് ശൈത്താനുകളുണ്ടോ, മനുഷ്യന്മാരിൽ ശൈത്താന്മാരുണ്ടോ? ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട്. ജിന്നുകളിൽ ശൈത്താന്മാരുണ്ട്, മനുഷ്യന്മാരിലും ശൈത്താന്മാരുണ്ട്. ആ ശൈത്താന്മാരിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സഹോദരന്മാരെ, വെറും ഖുർആൻ ഓതുന്ന സമയത്ത് മാത്രം കാവൽ ചോദിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അഊദു ചൊല്ലേണ്ടുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ചുരുക്കം ചില സ്ഥലങ്ങൾ ഞാൻ പ്രത്യേകമായി നിങ്ങളെ എടുത്തു പറയുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന അല്ലാഹുവിനോട് കാവൽ ചോദിക്കൽ പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങൾ. അതുപോലെ വേറെ ചില വാചകങ്ങളിൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ചില സ്ഥലങ്ങൾ ഞാൻ നിങ്ങളോട് പടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമയം ഏതാണെന്നറിയാമോ? മനുഷ്യന് ദേഷ്യം പിടിക്കുന്ന സമയം. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കൽ പ്രത്യേകം സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅലമു കലിമത്തൻ ലൗ ഖാലഹാ ലദഹബ മാ യജിദുഹു. എനിക്കൊരു വാചകം അറിയാം, ആ വാചകം അവൻ പറഞ്ഞാൽ
അവന്റെ ദേഷ്യം അപ്പോൾ തന്നെ നീങ്ങിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് പറഞ്ഞു കൊടുത്ത വാചകം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദേഷ്യം പിടിക്കുന്ന സമയത്ത്, കോപം ഇളകുന്ന സമയത്ത് അതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് ശൈത്താനാണ്. ആ ശൈത്താൻ പോകാനുള്ള ദിക്റാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇനി സഹോദരന്മാരെ, അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, ഇങ്ങനെയും പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയത്ത് എഴുന്നേറ്റ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ അവിടുത്തെ സാധാരണ പതിവാണ് ആദ്യം തന്നെ ദിക്റ് ചൊല്ലും. രാത്രിയിൽ എഴുന്നേറ്റാൽ കബ്ബറ, തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലും. പിന്നീട് അവിടുന്ന് പറയും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. പിന്നീട് 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും. പിന്നീട് അല്ലാഹു അക്ബർ കബീറ എന്ന് 3 പ്രാവശ്യം ചൊല്ലും. ഇത് ചൊല്ലിയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിനൊരു കാവല് പറയൽ. എപ്പോ? രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന അഊദു, ആ അഊദുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ വാചകം അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി. എന്റെ ഉമ്മമാര് മനസ്സിലാക്കി വെച്ചോ, ചെറുപ്പക്കാര് മനസ്സിലാക്കി വെച്ചോ. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ അത് ശൈത്താന്റെ രോഗമാണ്, അത് ശൈത്താൻ കൂടിയതാണ്, ശൈത്താന്റെ രോഗമാണ്, ശൈത്താൻ ഇളകിയതാണെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ചില ആളുകൾ അതിനെ പരിഹസിച്ചേക്കും വിവരമില്ലാത്തത് കൊണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്ത് എഴുന്നേറ്റ്, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരക്ക് എഴുന്നേറ്റാൽ ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം, ദിക്ർ ചൊല്ലിയിട്ട് അവിടുന്ന് അല്ലാഹുവിനോട് പറഞ്ഞു അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. നന്നായി അറിയുന്നവനും കേൾക്കുന്നവനും സ്വീകരിക്കുന്നവനുമായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു. മിനശ് ശൈത്വാനിർ റജീം, ദൂരീകരിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന്. മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി. അതേ ശൈത്താനിന്റെ 3 പരിപാടിയുണ്ട്. ശൈത്താനിന്റെ 3 പരിപാടി എന്താണ്? ഒന്ന് ഹമസ്, ഒന്ന് നഫഖ്, ഒന്ന് നഫ്ഖ്. എന്താണ് ആ 3 കാര്യം? അതേ മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നു. അതേ ഹമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനുഷ്യനെ വിഭ്രാന്തിയിലാക്കലാണ്. ശൈത്താൻ കൂടിയിട്ട് പലതും പറയുന്നവരെ കേൾക്കാറില്ലേ? ശൈത്താൻ കൂടിയിട്ട് വഴിതെറ്റി പോകുന്നവരില്ലേ? ശൈത്താൻ കൂടിയിട്ട് അതിന്റെ പേരിൽ പലതും വിളിച്ചു പറയുന്നവരില്ലേ? വീണു ഉരുളുന്നവരില്ലേ? പരിഭ്രാന്തി കാണിക്കുന്നവരില്ലേ? ഇത്തരം ശൈത്താൻ ഉണ്ടാക്കുന്ന പരിപാടികൾക്ക് ഹംസ് എന്ന് പറയും. ആ ഹംസിൽ നിന്ന് ഞാൻ കാവലി ചോദിക്കുന്നു. ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നിന്റെ അർത്ഥം. മറ്റൊന്ന് വനഫസിഹി, ശൈത്താനിന്റെ നഫസിൽ നിന്ന് കാവലി ചോദിക്കുന്നു. നഫസ് എന്ന് പറഞ്ഞാൽ ഉമിനീരില്ലാതെ ഊതുന്നതിനാണ് നഫസ് എന്ന് പറയുന്നത്. ശൈത്താൻ ചിലരുടെ മനസ്സുകളിൽ ഊതിക്കയറ്റുന്ന ചില പരിപാടികളുണ്ട്, അതിൽ നിന്ന് കാവലി ചോദിക്കുകയാണ്. ശരീരത്തിലും ഊതിക്കയറ്റുന്ന ചില ഏർപ്പാടുകളുണ്ട്, അതിൽ നിന്ന് കാവലി ചോദിക്കുകയാണ്. വനഫസിഹി, അതേ ശൈത്താൻ ഉണ്ടാക്കുന്ന ചില പരിപാടികൾ മനുഷ്യനെ പരിഭ്രാന്തിയിലാക്കുകയും മനുഷ്യന് കിബറുണ്ടാക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ശൈത്താനിനുണ്ട്. ആ പരിപാടികളിൽ മുഴുവനും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യന്റെ ദീനിലും ദുനിയാവിലും ശരീരത്തിലും ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കാൻ ശൈത്താനിന് പടച്ച റബ്ബ് ചില കഴിവുകൾ കൊടുക്കുന്നുണ്ട്. ആ ശൈത്താനിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് കാവലി ചോദിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ പ്രത്യേകമായ തഅവ്വുദുണ്ട്, പ്രത്യേകമായി ചൊല്ലിയിട്ടുള്ള രാത്രിയിൽ ചൊല്ലിയിട്ടുള്ള കാവൽ ചോദിക്കലുണ്ട്. ഇനി സഹോദരന്മാരെ, മറ്റൊന്ന് ഞാൻ പറയുന്നു. കാവൽ ചോദിക്കൽ മനുഷ്യൻ വിസർജനത്തിനു വേണ്ടി
കക്കൂസിലേക്ക് കയറുമ്പോ, മൂത്രപ്പുരയിലേക്ക് കയറുമ്പോ, ബാത്റൂമിലേക്ക് കയറുമ്പോ അവിടെ പ്രത്യേകം കാവൽ ചോദിക്കൽ സുന്നത്തുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു, അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കാവലാക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ പേരുകൊണ്ട് കാവലാക്കുന്നു. അഊദു ബില്ലാഹി അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക നിന്നെ കൊണ്ട് ഞാൻ കാക്കുന്നു മിനൽ ഖുബുസി വൽ ഖബായിസ് പെൺ പിശാചുക്കളുടെയും ആൺ പിശാചുക്കളുടെയും ശർറിൽ നിന്ന്. ഈ പിശാച് എന്ന് പറഞ്ഞതിന്റെ വ്യാപകമായ അർത്ഥത്തിൽ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കളുണ്ടോ അതും ശൈത്താനിന്റെ പ്രവർത്തനങ്ങളാൽ തന്നെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് വിസർജന സ്ഥലങ്ങളിൽ നിന്ന് ശൈത്താന്റെ പ്രവർത്തനത്താൽ അണുക്കളിൽ നിന്നുള്ള കാവലും ശൈത്താനിന്റെ മറ്റ് എല്ലാ വിഷയത്തിലുള്ള ശർറിലുള്ള കാവലും ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ചില സ്ത്രീകളിലെ പെൺകുട്ടികളിലെ കക്കൂസിൽ നിന്ന് പേടിച്ചു പോയവർ, ബാത്റൂമിൽ നിന്ന് പേടിച്ചു പോയവർ, പിന്നീട് നാവ് കൊണ്ട് പലതും പറയുന്നവർ, പല കോപ്പിരാട്ടികളും കാണിക്കുന്നവർ, വാസ്തവത്തിൽ ഈ ദിക്ർ കൊണ്ട് കാവൽ ചോദിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയിരുന്നുവെങ്കിൽ ശൈത്താനിന്റെ ശർ ഉണ്ടാവുകയില്ലായിരുന്നു ഉമ്മമാരെ. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിച്ചോളണം, ഏത് ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഏത് കക്കൂസിലേക്ക് കയറുമ്പോഴും ഇടത് കാല് മുന്നിൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് കയറേണ്ടത്. ഇനി അഊദു ചൊല്ലൽ സുന്നത്തായ മറ്റൊരു സ്ഥലം പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത്, പള്ളിയിൽ കടക്കുന്ന സമയത്ത് പ്രത്യേകം അഊദു ചൊല്ലൽ സുന്നത്തുണ്ട്. നല്ല സ്ഥലത്ത് കിടക്കുമ്പോഴും അഊദു ചൊല്ലൽ സുന്നത്തുണ്ട്, മോശമായ സ്ഥലത്ത് കിടക്കുമ്പോഴും സുന്നത്തുണ്ട്. നേരത്തെ നാം പറഞ്ഞത് മോശമായ സ്ഥലത്ത് കിടക്കുമ്പോഴുള്ള സുന്നത്താണ്. ശൈത്താനിന്റെ ശർറിൽ കാവൽ ചോദിക്കുന്നു കക്കൂസ് കയറുന്ന സമയത്ത്. അവിടെ ബിസ്മില്ലാഹി എന്നുകൂടി ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്റു മാ ബൈനൽ ജിന്നി വ ഔറാത്തി ബിനി ആദമ ഇദാ ദഖല അഹദുൽ ഖലാഅ അൻ യഖൂല ബിസ്മില്ലാഹ്. ശൈത്താൻ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് നോട്ടം വെക്കും. മനുഷ്യന്റെ ഔറത്തുകൾ ശൈത്താൻ നോക്കും. ആ ശൈത്താൻ മനുഷ്യന്റെ ഔറത്തിലേക്ക് നോക്കാതിരിക്കാനുള്ള കാവലാണ് മനുഷ്യൻ കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് ചൊല്ലൽ. ബിസ്മില്ലാ എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ശൈത്താനിന്റെയും മോമിനായ മനുഷ്യന്റെ ഔറത്തിന്റെയും ഇടയിൽ മറയായിപ്പോയി. പിന്നെ ശൈത്താനിന്റെ ഔറത്തിലേക്ക് നോക്കാനും മനുഷ്യനെ പഴപ്പിക്കാനുമുള്ള സന്ദർഭങ്ങളില്ലാതെയാകുന്നു. അഊദു കൊണ്ട് അവന്റെ ശർറിൽ നിന്ന് പ്രത്യേകം കാവലും ചോദിക്കുന്നു. ഇതാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നത്. ഇനി സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ മസ്ജിദ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ കടക്കുമ്പോൾ ഖാല അവിടുന്ന് ചൊല്ലിയിരുന്നു, അഊദു ബില്ലാഹിൽ അസീം വബിവജ്ഹിഹിൽ കരീം വബിസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. മഹാനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു, അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് കാക്കുന്നു, അല്ലാഹുവിന്റെ അധികാരം കൊണ്ട് കാക്കുന്നു. അവന്റെ വജ്ഹ് കരീമാണ്, അവന്റെ അധികാരം ഖദീമാണ്. മിനശ് ശൈത്വാനിർ റജീം, റജീമായ ശൈത്താനിൽ നിന്ന് കാക്കുന്നു. ഇങ്ങനെ ഒരാൾ പള്ളിയിൽ കടക്കുന്ന സമയത്ത് ചൊല്ലിയാൽ ആ ചൊല്ലിയ മനുഷ്യന് പള്ളിയിൽ അതാ ശൈത്താനിൽ നിന്ന് കാവൽ ലഭിച്ചു. ശൈത്താൻ പള്ളിയിൽ അനാവശ്യം പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നില്ലേ? പള്ളിയിൽ കടന്ന് നീ ഗീബത്ത് പറയുന്നില്ലേ? അനാവശ്യം പറയാൻ പ്രേരിപ്പിക്കുന്നില്ലേ? ഖുർആൻ ഓതുമ്പോൾ ഉറക്ക് കൊണ്ടുവരുന്നില്ലേ? നിനക്കതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാനുള്ള കാരണമാണ് ഈ അഊദു ചൊല്ലിയിട്ട് നീ പള്ളിയിലേക്ക് കടന്നോളൂ. പള്ളിയിൽ കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ വേറെ സുന്നത്തുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ നമുക്ക് നാളെ പറയാം. സഹോദരന്മാരെ, മറ്റൊരു സമയം മഹാന്മാരായ പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, യാത്ര ഇറങ്ങുന്ന സമയത്ത് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണം. യാത്ര ഇറങ്ങുന്ന സമയത്ത് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ഇറങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇസ് സഫരി വകആബത്തുൽ മുൻഖലബി വസൂഇൽ മൻദരി ഫിൽ മാലി വൽ അഹ്ർ വമിനൽ ഹൗരി ബഅദൽ ഖൗർ വമിൻ ദഅവത്തിൽ മദ്ലൂം. യാത്രക്കിറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ട്, യാത്രയിൽ എന്റെ കൂട്ടാളി അല്ലാഹുവേ നീയാണ്, എന്റെ കുടുംബങ്ങളിൽ എന്റെ പ്രതിനിധി നീയാണ്. അല്ലാഹുവേ യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന്, തിരിച്ചു വരുമ്പോൾ എന്റെ വീട്ടിലോ എന്റെ കുടുംബത്തിലോ എന്റെ ആൾക്കാരിലോ എന്തെങ്കിലും മോശമായ കാഴ്ചകൾ ഉണ്ടാകുന്നതിൽ നിന്ന്, അതുപോലെ നല്ലവനായി ഇറങ്ങിപ്പോയിട്ട് മോശമായി തിരിച്ചു വരുന്നതിൽ നിന്ന്, അതുപോലെ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു അല്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ് യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകം സുന്നത്തുള്ളത്. ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ ഇറങ്ങിയ സ്ഥലത്ത് പ്രത്യേകം ഒരു അഊദു സുന്നത്തുണ്ട്. മന്നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ലം യദുറഹു ശൈഉൻ ഹത്താ യർതഹില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയവൻ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് ചൊല്ലിയാൽ അവിടെ നിന്ന് പോകുന്നത് വരെ ഒന്നിന്റെ ശർറും അവനെ ബാധിക്കുന്നതല്ല. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശൈത്താന്മാര് എല്ലാവരും കൂടി വന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു. അത് ഈ ഫിരീത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു വലിയ ജിന്ന് വലിയ ഒരു തീയുടെ കനലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് കുത്താൻ വേണ്ടി തീയുടെ ശകലവുമായി വന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി തഅമ്മാത്തി ലത്തി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ ينزل من السماء وشر ما يعرج فيها ومن شر ما ذرأ في الأرض وشر ما يخرج منها ومن فتن الليل والنهار ومن طوارق الليل والنهار إلا طارق يطرق بخير يا رحمن എന്നൊരു ദിക്ർ പറഞ്ഞു കൊടുത്തു. അത് ചൊല്ലിയപ്പോൾ പിശാചുക്കൾ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, വിഷജന്തുക്കളിൽ നിന്ന് കാവല് ചോദിക്കുന്ന അഊദുണ്ട്. പാമ്പ് കടിക്കാതിരിക്കാൻ, തേള് കുത്താതിരിക്കാൻ, കരിങ്കണ്ണി കുത്താതിരിക്കാൻ അതിന് പ്രത്യേകം അഊദുണ്ട്. അതുപോലെ ഉറക്കിൽ നിന്ന് ഭയപ്പെടാതെ, ഉറക്കിൽ ഭയപ്പാട് വരാതിരിക്കാൻ, ഉറക്കിൽ വെറുക്കപ്പെട്ട സ്വപ്നം കാണാതിരിക്കാൻ അതിനെല്ലാം അഊദുണ്ട്. കാണാം, നിങ്ങൾക്ക് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് ഇന്നി അജിദു ഫിൻ നൗമി വഹ്ശ, ഞാൻ എന്റെ ഉറക്കിൽ എനിക്ക് പേടിപ്പിക്കപ്പെടുന്നു, ഉറക്കിൽ പേടി തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅൻ യഹ്മുറൂൻ എന്ന് നീ ചൊല്ലിയിട്ട് കിടന്നുറങ്ങൂ. നിനക്ക് ഉറക്കിൽ ഭയപ്പെടുത്തപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇനി നിങ്ങൾക്ക് കാണാം സഹോദരന്മാരെ, ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള അഊദുണ്ട്. അതാണ് ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ. അത് ഉറക്കിൽ പേടി വരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പാമ്പ് കടിയേൽക്കാതിരിക്കാൻ അഊദുണ്ട്. പാമ്പ് കടിയേൽക്കാതിരിക്കാൻ അഊദുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഓരോ സ്ഥലത്തും പല ദിക്റുകളുമുണ്ട്. അതിൽ അഊദു ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള, പ്രത്യേകം പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. 2 സ്ഥലങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ വേറെ ചില വിഷയത്തിലേക്ക് കടന്നു. ഒന്ന്, നായ കുരക്കുന്നത് കേട്ടാൽ, കഴുത ശബ്ദിക്കുന്നത് കേട്ടാൽ അവിടെ പ്രത്യേകം അഊദു ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് പൂവൻകോഴി കൂകുന്നത് കേട്ടാൽ, പൂവൻകോഴിയാണല്ലോ കൂകൽ, പടക്കോഴി കൂകലില്ലല്ലോ. ഇപ്പൊ അടുത്തല്ലേ ഈ പടക്കോഴി കൂകുന്ന പരിപാടി തുടങ്ങിയത് അല്ലേ? പലതും ഇങ്ങനെ മാറിപ്പോയി. പഴയ കാലത്ത് നമുക്ക് ഉറക്കം തൂക്കണ്ട, വെറും ദിക്ർ പറഞ്ഞിട്ട് ഉറക്കം തൂക്കണ്ട. പഴയ കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊക്കെ നായാന്ന് കേട്ടാൽ കൂർക്കൻ ഓടലാണ്. ഇപ്പൊ ഞാൻ പല സ്ഥലത്തും കണ്ടു നായയും കൂർക്കനും മുന്നണിയായിട്ട് പോകുന്നത്, ഒന്നായിട്ട് പോകുന്ന ഒരു പേടിയില്ല.
കാരണം കാലം വല്ലാതെ മാറിപ്പോയല്ലോ അല്ലേ? എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, പൂവൻ കോഴി അത് കൂകുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇദാ സമീഅതും അസ്വാത ദീഖതി ഫസലുല്ലാഹ മിൻ ഫളിഹി ഫഇന്നഹാ റഅത് മലകൻ. കോഴി കൂകുന്ന സമയം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ, പടച്ചവന്റെ ഔദാര്യം ചോദിച്ചോളൂ. കാരണം കോഴി കൂകുന്നത് ഒരു മലക്കിനെ കണ്ടുകൊണ്ടാണ്. ഇപ്പൊ മലക്കിറങ്ങുന്ന സമയമാണ്. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈദാ സമീഅതും നഹീഖൽ ഹമീർ, കഴുത ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാൽ ഫതഅബ്ബദൂ ബില്ലാഹി മിനശ് ശൈത്താൻ ഫഇന്നഹാ റഅത് ശൈത്താനാ. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഴുത ശബ്ദിക്കുന്ന സമയത്ത് നിങ്ങൾ ശൈത്താനിൽ നിന്ന് കാവല് ചോദിച്ചോളൂ. കാരണം ശൈത്താനിനെ കണ്ടിട്ടുണ്ട് ആ കഴുത എന്ന് മനസ്സിലാക്കിക്കോളൂ. എന്നാൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സമീഅതും നിമാഹൽ കിലാബി വനഹീഖൽ ഹിമാരി ബില്ലൈലി ഫതഅബ്ബദൂ ബില്ലാഹി മിനശ് ശൈത്താൻ ഫഇന്നഹുന്ന യറൈന മാ ലാ തറൂൻ. നായ രാത്രി സമയത്ത് കുരക്കുന്നത് കേട്ടാൽ, ശബ്ദിക്കുന്നത് കേട്ടാൽ, അതുപോലെ കഴുതയുടെ ശബ്ദം കേട്ടാൽ, രാത്രിയിൽ കുരക്കുന്നത് കേട്ടാൽ നിങ്ങൾ പടച്ചവനോട് ശൈത്താനിൽ നിന്ന് കാവല് ചോദിച്ചോളൂ. കാരണം ആ കഴുതയും നായയും നിങ്ങൾ കാണാത്തത് കാണുന്നുണ്ട് കേട്ടോ. ഇനി സഹോദരന്മാരെ, ഉറക്കിൽ ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാലോ? ഉറക്കിൽ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കാര്യം കാണാതിരിക്കാൻ ചൊല്ലേണ്ടതാ നേരത്തെ പറഞ്ഞത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യം കണ്ടതിന് ശേഷം പേടി വന്നാൽ അപ്പോൾ ചൊല്ലേണ്ടതോ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർറുയ സാലിഹത്തു മിനല്ലാഹി തആല, നല്ല സ്വപ്നം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. വറുയ സൂഇ മിനശ് ശൈത്താൻ, അതേ സമയത്ത് ദുഷിച്ച സ്വപ്നങ്ങൾ ശൈത്താനിൽ നിന്നുള്ളതാണ്. നമ്മളെ ഒരാൾ അടിക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ കുത്തുന്നത് കാണുന്നു, കൊല്ലുന്നത് കാണുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നാശം സംഭവിക്കുന്നത് കാണുന്നു. ഇങ്ങനെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, അത് ശൈത്താനിൽ നിന്നാണ്. ഫമൻ റആ റുയ ഫകരിഹ മിൻഹാ ശൈഅൻ, അങ്ങനെ വല്ല സ്വപ്നവും കണ്ടിട്ട് നിങ്ങളെ മനസ്സിനൊരു വെറുപ്പുണ്ടായാൽ ഫല്യംഫസി അൻ യസാരിഹി, അവൻ ഇടതുഭാഗത്തൊന്ന് തുപ്പട്ടെ, ഇടതുഭാഗത്തേക്ക് തുപ്പിയിട്ട് വല്യതഅബ്ബദ് ബില്ലാഹി മിനശ് ശൈത്താൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലിക്കോളൂ. അങ്ങനെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന സ്വപ്നം കണ്ടാൽ ഇടത്തോട്ട് തുപ്പിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വലാ യുഖ്ബിറു ബിഹാ അഹദൻ, മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ നിങ്ങൾ അതാരോടും പറയരുത് കേട്ടോ. മനസ്സിനെ ദുഷിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ അതാരോടും പറയരുത് കേട്ടോ. അതേസമയത്ത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ പറയുന്നതിന് വിരോധമില്ല, പക്ഷേ കാര്യവിവരമില്ലാത്തവരോട് പറയരുത്, അറിവില്ലാത്തവരോട് പറയരുത്. കാര്യവിവരമുള്ള നല്ല ആളുകളോട് നല്ല സ്വപ്നം കണ്ടത് പറയുന്നതിന് വിരോധം ഇല്ല. ആരെങ്കിലും നല്ല സ്വപ്നം കണ്ടാൽ അദ്ദേഹം സന്തോഷമായി കൊള്ളട്ടെ. ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യന്മാരോടല്ലാതെ അത് പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ കാവൽ ചോദിക്കൽ ഉറക്കിൽ നിന്ന്, അതുപോലെ വിഷമമുണ്ടാകുന്ന സമയത്ത് കാവൽ ചോദിക്കലുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വിഷജന്തുക്കളിൽ നിന്ന് കാവൽ ചോദിക്കലുണ്ടെന്ന് പറഞ്ഞില്ലേ? അതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേ അത്തഅബ്ബുദു മിനൽ ഹവാം, ഇഴജന്തുക്കളിൽ നിന്ന് കാവൽ ചോദിക്കൽ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യുംസി സലാസ മർറാത്തിൻ, ആരെങ്കിലും 3 തവണ ചൊല്ലിയാൽ, വൈകുന്നേരം ചൊല്ലിയാൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ ചൊല്ലിയാൽ ലം യദുറഹു ലദ്ഗതു ഹയ്യത്തിൻ ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവന് പാമ്പ് കടിയേൽക്കുകയില്ല, പാമ്പിന്റെ വിഷമേൽക്കുകയില്ല. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടിൽ കാണാം, അവന് വിഷമേൽക്കുകയില്ല. വലം യദുറഹു,
അവനെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയില്ല. ലാ യദുറുഹു ലദഗത്തുൻ അയ്യഅമ്മത്തിൻ ദൽമിൻ ഹയ്യത്തിൻ ഔ അഖറബിൻ ഔ ഗൈരിഹിമാ. പാമ്പാകട്ടെ തേളാകട്ടെ വിഷജന്തുക്കളുടെ ഒരു വിഷമങ്ങളും തന്നെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയാൽ 3 സമയം എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾ രാവിലെയും ചൊല്ലിക്കോ വൈകുന്നേരവും ചൊല്ലിക്കോ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഹദ്ദാദ് റതീബ് ചൊല്ലുന്നവർ അതറിയാതെ അങ്ങ് ചൊല്ലിപ്പോകുന്നുണ്ട്. ബിർദുൽ ലത്തീഫ് ചൊല്ലുന്നവർ അത് ചൊല്ലിപ്പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം എന്നതിനെ സംബന്ധിച്ച് കൂടി വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് 10 മണിക്ക് മുമ്പായി നമ്മുടെ പ്രസംഗം നിർത്തണം. അത് നിർത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. വിഷജന്തുക്കളിൽ നിന്നും എല്ലാ പ്രശ്നമുണ്ടാക്കുന്നവരുടെ ശർറിൽ നിന്നും എല്ലാ പ്രശ്നമുണ്ടാക്കുന്ന ജീവികളിൽ നിന്നും കാവല് ചോദിക്കുന്ന ദിക്റാണത്. എന്താണ് അതിന്റെ മാന? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്. അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാക്കുന്നു. അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാലോ, അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന് 2 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞത്. എന്നാൽ പാമ്പിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത്, അതുപോലെ അതേ ഉറക്കിൽ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്ർ അഊദു ബില്ലാഹി എന്നല്ലല്ലോ, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നല്ലല്ലോ, അല്ലാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നല്ലല്ലോ, അഊദു ബികലിമാത്തില്ലാഹി അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്നാണല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? സഹോദരന്മാര് മനസ്സിലാക്കണം. അതിന് 2 മഅന 2 തഫ്സീറുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ദാസി റളിയല്ലാഹു അൻഹു 2 തഫ്സീറും അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുർആനിൽ ഓതാറുണ്ടല്ലോ, എന്താണ്? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന് ഒരു ഓർഡർ ഉണ്ട്. അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ലെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്ത് ഒരു നബിക്കും ഒരു വലിയനും ഒരു മലക്കിനും ഒരു ജീവിച്ചിരിക്കുന്നവർക്കും ഒരു മരിച്ചവർക്കും ഒരു എഞ്ചിനീയർക്കും ഒരു ഡോക്ടർക്കും ഒരു വക്കീലിനും ഒരു കോടതിക്കും ഒരു പോലീസിനും ഒരു ഭരണാധികാരിക്കും ഒരു സാധാരണക്കാരനും ഒരു പണക്കാരനും ഒരു കുബേരനും ഒരു കുചേലനും ഒരു പാവപ്പെട്ടവനും ഓ മനുഷ്യ, ലോകത്താർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ? കഴിവുള്ളവൻ അല്ലാഹു മാത്രമല്ലേ. അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടല്ലേ പടച്ചറബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്, ശർറുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്, ഖൈറുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നല്ലേ. എന്നാ നീ ഓർക്കണം, അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു പാമ്പും അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ കടിക്കുകയില്ല, ഒരു തേളും കുത്തുകയില്ല, ഒരാളും ഒന്നും ചെയ്യുകയില്ല. അതല്ലേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണേ നിന്നെ പറയുന്നും കേട്ടോവർ. പടച്ചവന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും ആരും ചെയ്യുന്നില്ല, ഒരു നബിയും ചെയ്യുന്നില്ല, ഒരു വലിയും ചെയ്യുന്നില്ല. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അനുമതിയില്ലാതെ ഞാൻ സംസാരിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഒരു ഓർഡർ ഉണ്ട് ഏത് വിഷയത്തിലും. ആ ഓർഡർ എന്താണ്? ഉണ്ടാകണം എന്ന് പറയുന്ന ഓർഡർ, അതാണ് അല്ലാഹുവിന്റെ ഓർഡർ. ഉണ്ടാകണം എന്ന അല്ലാഹുവിന്റെ ഓർഡർ. ആ ഓർഡർ അല്ലാഹു പറയണമെന്നില്ല, അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ, അതുണ്ടാകും. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിലോ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. അല്ലാഹു തആല ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും, ഉണ്ടാകണ്ടെന്ന് ഉദ്ദേശിച്ചാൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കണം, തീക്ക് കരിക്കാൻ കഴിയുമോ? തീക്ക് സ്വന്തം കരിക്കാൻ കഴിയുമോ? എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരിഞ്ഞു പോകേണ്ടതല്ലേ? പക്ഷേ കരിയണം എന്ന ഓർഡറിന് പകരം കുനി ബർദം വസലാമാ,
നീ തണുപ്പാകണം, എയർ കണ്ടീഷനാകണം, രക്ഷയാകണം, സമാധാനമാകണം. ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ ആ തീ കരിക്കുന്നില്ല, എയർ കണ്ടീഷനാണ്. ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു തീയും കരിക്കുന്നില്ല, ഒരു കത്തിയും മുറിക്കുന്നില്ല, ഒരു മരുന്നും രോഗശമനം നടത്തുന്നില്ല. ഒരു വലിയും ഒരു നബിയും ഒരു മലക്കും ഒരാളും തന്നെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം പടച്ച റബ്ബിന്റെ ഓർഡർ പ്രകാരമാണ്. ഇനി നിങ്ങൾ ഓർക്കുക, അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന ഈ ഓർഡറിന്റെ കലിമത്തുണ്ടല്ലോ, ഓർഡറിന്റെ വചനമുണ്ടല്ലോ, ആ വചനമാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് പണ്ഡിതന്മാര് പലരും പറയുന്നത്. വൽ മുറാദ് മിൻ ഖൗലിഹി കുൻ നഫാലു ഖുദ്റതിഹി ഫിൽ മുംകിനാതി വസറിയാൻ മസിയതിഹി ഫിൽ കായിനാത്. ഏത് കാര്യങ്ങളും അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമല്ലേ നടക്കുന്നത്. അള്ളാഹുവിന്റെ ആ മഹത്തായ വചനങ്ങൾ കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്നതിനൊരു മഅന. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് കലിമത്തുല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞിട്ടില്ലേ? കാരണം അള്ളാഹു തആല ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായി ഈസാ നബി അലൈഹിസ്സലാം. അവിടെ മറിയം ബീവിക്ക് ഭർത്താവിന്റെ ആവശ്യം വന്നില്ല. ഇരിക്കട്ടെ, അപ്പൊ കലിമത്തുല്ലാഹി എന്നത് ഈസാ നബി അലൈഹിസ്സലാമിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി എന്ന ഈ പറഞ്ഞ ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റിന് മറ്റൊരർത്ഥം പറയുന്നു. വഅയ്ലൻ സബത ഫിൽ മാഖൂലാതി. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓർഡറായ വചനങ്ങൾ കൊണ്ട് കാവലി ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് കാവലി ചോദിക്കുന്നു എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ആലമുൽ അർവാഹി മുസ്തൗലിൻ അലാ ആലമിൽ അജ്സാം. ലോകങ്ങൾ പലതുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ ഞാൻ ലോകങ്ങളെ കുറിച്ച് പറയാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആലമുകൾ, ലോകങ്ങൾ പലതുണ്ട്. അതിൽ ആത്മീയ ലോകങ്ങളുണ്ട്, ശാരീരിക ലോകങ്ങളുണ്ട്. മലക്കുകൾ ആത്മീയ ലോകത്തുള്ളവരാണ്. ഈ ആത്മീയ ലോകത്തുള്ള മലക്കുകൾ അവരാണല്ലോ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണരംഗത്ത് പല കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ പെയ്യുന്നതിന്റെ പിന്നിൽ മലക്കിന്റെ പ്രവർത്തനമുണ്ടല്ലോ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണല്ലോ. അതുപോലെ ഓരോ സംഗതികൾക്കുമില്ലേ മലക്കിന്റെ പ്രവർത്തനം. അപ്പൊ ഈ ഭൂമിയിലുള്ള ശാരീരിക ലോകത്തുള്ള കാര്യങ്ങൾ അതേ ആത്മീയ ലോകത്തുള്ളവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ആത്മീയ ലോകത്തുള്ള ആത്മീയ ശക്തികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മീയ ലോകത്തുള്ള മലക്കുകളോട് കാവല് ചോദിക്കുന്ന വാചകമാണ്, ആത്മാക്കളോട് കാവല് ചോദിക്കുന്ന വാചകമാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നത് ആത്മാക്കളോട് കാവല് ചോദിക്കുന്ന വാചകങ്ങളാണെന്നും അതിനർത്ഥം പറയാമെന്ന്, അതിനുദ്ദേശം മനസ്സിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുകയാണ്. വഇന്നമാ ഹിയൽ മുദബ്ബിറാത്തി ലിഉമൂരി ഹാദൽ ആലമി കമാ ഖാല തആല ഫൽ മുദബ്ബിറാത്തി അംറാ ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബത്തി ഫീ ദഫി ശുറൂറിൽ അർവാഹിൽ ഖബീസത്തി ദുൽമാനിയത്തിൽ ഖദറ ഫൽ മുറാദു ബികലിമാത്തില്ലാഹി തമ്മാതി തിൽകൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് കാക്കുന്നു എന്നാണ്. ആ പരിശുദ്ധാത്മാക്കൾ മുഖേന ഇവിടെയുള്ള ദുഷിച്ച ആത്മാക്കളിൽ നിന്ന് കാവല് ചോദിക്കുന്ന ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നും അതിനർത്ഥം പറയാം, മനസ്സിലാക്കാമെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. ഇവിടെ എന്റെ മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അള്ളയാണ് എല്ലാം സൃഷ്ടിക്കുന്നവനെന്ന നിലക്കുള്ള ചോദ്യമാണ്, അള്ളയാണ് കൊടുക്കുന്നവനെന്ന നിലക്കുള്ള ചോദ്യമാണ്. അപ്പൊ അള്ളാന്റെ സൃഷ്ടികളോട് കാവൽ ചോദിക്കുന്നതോ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാവൽ ചോദിക്കുന്നത് സൃഷ്ടിക്കുന്നവരെന്ന നിലക്കല്ല, കൊടുക്കുന്നവരെന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ എന്ന നിലക്കാണ്. മലക്കുകൾ കാരണങ്ങളാണ്, ആത്മാക്കൾ കാരണങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാക്കളോടുള്ള കാവൽ ചോദിക്കൽ കാരണങ്ങൾ എന്ന നിലക്കുള്ള കാവൽ ചോദിക്കലാണ്. ഏതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ അടിച്ചു. അടിമയ്ക്ക് വല്ലാതെ വേദനയുള്ള അടി കിട്ടിയപ്പോൾ
അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ അഊദു ബില്ലാഹ് അഊദു ബില്ലാഹ് പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുന്ന വാചകം പറഞ്ഞു. അഊദു ബില്ലാഹ് അല്ലാഹനെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരി മുസ്ലിം എന്ന് നിങ്ങൾ സാധാരണ കേൾക്കാറില്ലേ? ആ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അടി അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടി നിർത്തുന്നില്ല. അതേ അന്നഹു കാന യദ്രിബു ഗുലാമഹു ഫജാല യഖൂലു അഊദു ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അടിമ പറഞ്ഞിട്ടും അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടി നിന്നില്ല. പിന്നെയും ഇങ്ങനെ അടി കിട്ടുകയാണ്. അപ്പോൾ അടിമ എന്ത് ചെയ്തു? ഫഖാല അഊദു ബിറസൂലില്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് കാവൽ ചോദിക്കുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കൊണ്ട് കാക്കുന്നു എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിച്ചു. അല്ലാഹുവിനോട് കാവൽ ചോദിച്ചപ്പോൾ അടി നിന്ന് കിട്ടിയില്ല. അപ്പോഴാ പിന്നെ റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിക്കുന്നത്. അഊദു ബിറസൂലില്ലാഹ് അള്ളാഹ്ക്ക് കയ്യൂലാന്ന് വിചാരിച്ചിട്ട് നബിയെ വിളിച്ചതല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ച ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹുവിന് കഴിയാഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചതല്ല. അള്ളാഹുവിന്റെ കാവല് കിട്ടാനുള്ള ഒരു വഴിയാണ് റസൂലുള്ളാഹിനെ വിളിക്കൽ. അള്ളാഹുവിന്റെ കാവല് കിട്ടാനുള്ള ഒരു വഴിയാണ് അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ തേടൽ. അതുകൊണ്ടാണ് സഹാബിയായ ഈ അടിമ അഊദു ബില്ലാഹ് എന്ന് തേടിയിട്ട് കാവല് കിട്ടാതിരുന്നപ്പോ, അടി നിൽക്കാതിരുന്നപ്പോ റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. അഊദു ബിറസൂലില്ലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഫതറകഹു അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടി നിന്നു. അടി റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിച്ചപ്പോൾ അടി നിന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലല്ലാഹു അക്ബറു അലൈക മിൻക അലൈഹി. അബൂ മസ്ഊദേ നീ നിന്റെ അടിമയെ അടിച്ചു അല്ലേ? നിനക്കിപ്പോൾ അദ്ദേഹത്തെ അടിക്കാൻ കഴിവുണ്ടായി, നിന്റെ അടിമയായതുകൊണ്ടല്ലേ? നീ അള്ളാഹുവിന്റെ അടിമയല്ലേ? അള്ളാഹുവിന് നിന്റെ മേൽ അദ്ദേഹത്തിന് നിനക്കുള്ള കഴിവിനേക്കാൾ വലിയ കഴിവുണ്ടേ അബൂ മസ്ഊദേ എന്ന് പറഞ്ഞപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പടച്ചവനെ പേടിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അടിമയെ ഉടമസ്ഥതയിൽ നിന്ന് മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി വിട്ടു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് നിങ്ങൾക്ക് കാണാം. സഹോദരന്മാരെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിനെ വിളിച്ച് ആരെങ്കിലും കാവൽ ചോദിച്ചാൽ, ബദരീങ്ങളെ വിളിച്ച് കാവൽ ചോദിച്ചാൽ, മലക്കുകളെ വിളിച്ച് കാവൽ ചോദിച്ചാൽ, ആ കാവൽ ചോദിക്കുന്നത് കാവലിന്റെ സൃഷ്ടാവ് എന്ന നിലക്കുള്ള കാവൽ ചോദിക്കലല്ല, അള്ളാഹുവിന്റെ കാവൽ കിട്ടാനുള്ള കാരണമാണ്. അള്ളാഹുവിന്റെ മഹാത്മാക്കളെ വിളിക്കൽ എന്ന നിലക്കാണ്, മഹാത്മാക്കളോട് കാവൽ ചോദിക്കൽ എന്ന നിലക്കാണ്. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നബിയെ വിളിച്ച് കാവൽ ചോദിച്ചത് സഹീഹ് മുസ്ലിമിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അള്ളാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാവൽ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, ഇനി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കാവലാക്കുക എന്നത് അത് മനുഷ്യർക്ക് മാത്രമുള്ള സ്വഭാവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് അതാ ഒരൊട്ടകം വരുന്നു. ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കാവല് കിട്ടാൻ വേണ്ടി വന്നതാണ്. വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് നബിയുടെ സമീപത്ത് അടുത്തു നിന്നുകൊണ്ട് ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് ഒരു ചെറിയ ശബ്ദം പുറപ്പെടുവിക്കുന്നു. സഹാബികൾ ആ സംഭവം എടുത്തു പറയുന്നു. അബൂ അബ്ദുല്ലാഹിൽ മറാഖസി റളിയല്ലാഹു അൻഹു ഹിജ്റ 683 വഫാത്തായ ഒരു മഹാപണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയും നബിയോട് സങ്കടം പറയുകയും സാദിഖൻ ഫലക സിദ്ഖുക വഇൻദക കാദിബൻ ഫഅലൈക കദിബുക. ഒട്ടകമേ അടങ്ങൂ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ നിനക്ക് സത്യത്തിന്റെ ഫലം കിട്ടും. ഒട്ടകമേ കളവാണ് പറയുന്നതെങ്കിൽ ആ കളവിന്റെ ദൂഷ്യം നീ അനുഭവിക്കും. പക്ഷേ നമ്മളോടൊരാൾ കാവല് ചോദിച്ചാൽ അവർക്ക് നിർഭയത്വം കൊടുക്കൽ അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമ്മളോട് കാവല് ചോദിച്ച് അഭയം തേടിയവര് പരാജയപ്പെടൂല. ഒട്ടകമേ
എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിക്കുകയാണ്, എന്താണ് നബിയെ ഒട്ടകം തങ്ങളോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഒട്ടകത്തിന്റെ ആൾക്കാര് ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ മാംസം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫഹറബ മിൻഹും ഫസ്തഗാസ ബിനബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴതാ ഈ ഒട്ടകം ആ ആൾക്കാരിൽ നിന്ന് ഓടിയിട്ട് നിങ്ങളെ നബിയോട് ഇസ്തിഗാസ ചെയ്തിരിക്കുന്നു. ഇസ്തിഗാസയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റിയാടിയിൽ ഒരു 10 ദിവസം 10 വിഷയം ജനുവരിയിൽ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, ഇവിടെ നമ്മുടെ ഗണ്ണന പ്രസംഗമല്ല, ഇവിടെ ആത്മീയ പ്രഭാഷണം. ഫാത്തിഹ സൂറത്തിന്റെ 7 ദിവസത്തെ വിവരണമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയിരിക്കുകയാണ്. സഹാബത്ത് പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുമ്പോഴതാ ഒരു കൂട്ടർ ഓടി വരുന്നു. ഒട്ടകം അടുത്ത് നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് നബിതങ്ങളെ കൊണ്ട് കാവല് കിട്ടാൻ വേണ്ടി ചെറിയ കുട്ടികളിലെ പേടിച്ചരണ്ട് ഉമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നു. അതുപോലെ പേടിച്ച ആളുകളിലെ മുതിർന്നവരുടെ അടുത്ത് കുട്ടികൾ പോയി നിൽക്കും പോലെ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയി നബിയെ കൊണ്ട് കാവലാക്കി നിൽക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളിത് കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അതാ ഓടി വന്ന കക്ഷികൾ പറയുന്നു, നബിയെ 3 ദിവസമായി ഒട്ടകം ഞങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പൊ തങ്ങളടുക്കലാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാ ഇന്നഹു യസ്കൂ ഇലയ്യ, ആ ഒട്ടകം നിങ്ങളെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞല്ലോ, വളരെ മോശമായ കംപ്ലൈന്റ് ആണല്ലോ. അവർ ചോദിച്ചു, എന്താണ് കംപ്ലൈന്റ്? ഇന്നഹു യഖൂലു ഇന്നഹു റബാ ഫീ അമലികും അഹ്വാലൻ വകുൻതും തഹ്മിലൂന അലൈഹി ഫി الصيف الى موضع الكلي فاذا كان الشتاء رحلتم الى موضع الدفاع فلما كبر استفحلتموه فرزقكم الله به ابنا سائما. നിങ്ങൾ അതിന്റെ കുട്ടിക്കാലം മുതലേ അത് നിങ്ങളിൽ വളർന്നു വന്നില്ലേ? നിങ്ങൾക്ക് എത്തേണ്ട സാധനങ്ങൾ അതേ ചൂടുകാലത്ത് ആ ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ സാധനങ്ങളും വഹിച്ചത് പോയില്ലേ? അതുപോലെ തിരിച്ച് തണുപ്പുള്ള സമയത്ത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സ്ഥലത്ത് വസ്തുവും എടുത്തത് ആ ഒട്ടകം വന്നില്ലേ? അത് പ്രായമായപ്പോൾ അതിന് നിങ്ങൾ ഇണകൂട്ടിയിട്ട് അതിന് കുട്ടിയുണ്ടായില്ലേ? ആ കുട്ടികളായ ഒട്ടകങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നില്ലേ? ഇപ്പോൾ നല്ല ദാരിദ്ര്യമൊന്നുമില്ലാത്ത നല്ല ക്ഷേമമുള്ള കാലമല്ലേ? എന്നിട്ട് ഇക്കാലത്ത് ഹമംതും ബിനഹരിഹി വാകിലി ലഹ്മിഹി, ആ പ്രായമുള്ള ഒട്ടകത്തെ അറുത്ത് നിങ്ങൾ ഇത്രയും സേവനം ചെയ്ത ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം നിങ്ങൾ തിന്നാൻ തീരുമാനിച്ചുവെന്ന് ഒട്ടകം കംപ്ലൈന്റ് പറഞ്ഞല്ലോ. അപ്പോഴീ വന്നവര് പറഞ്ഞു, വല്ലാഹി കാന ദാലിക യാ റസൂലല്ലാഹ്, തങ്ങളോട് ഒട്ടകം പറഞ്ഞത് ശരിയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാദാ ജസാഉൽ മംലൂകി സാലിഹി മിൻ മവാലിഹി, ഉടമസ്ഥതയിലുള്ള അടിമകൾ നന്നായി പണിയെടുത്താൽ ഉടമസ്ഥന്മാർ അവസാനം ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളതിനെ വിൽക്കുന്നില്ല, ഞങ്ങളതിനെ അറുക്കുന്നില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബതും, നിങ്ങൾ കള്ളം പറഞ്ഞതാണ്. ഖദിസ്തഗാസ ബികും ഫലം തുഗീസുഹു, നിങ്ങൾ തന്നെ അതിനെ അറുക്കാതിരിക്കാൻ അത് നിങ്ങളോട് സഹായം തേടിയിട്ട് നിങ്ങൾ സഹായിച്ചിട്ടില്ല. വഅന ഔലാ ബിർറഹ്മതി മിൻകും, നിങ്ങളെക്കാൾ കാരുണ്യം കാണിക്കാൻ ബന്ധപ്പെട്ടവൻ ഞാനല്ലേ? മുനാഫിഖീങ്ങളെ ഖൽബിൽ നിന്ന് റഹ്മത്തിനെ അല്ലാഹു നീക്കി കളഞ്ഞതല്ലേ? മുഅ്മിനീങ്ങളെ മനസ്സിൽ അല്ലാഹു തആല കാരുണ്യം വിട്ടുകൊടുത്തതല്ലേ? അതുകൊണ്ട് നിങ്ങൾ എനിക്കത് വിൽക്കാൻ തയ്യാറുണ്ടോ? 100 ദിർഹം കൊടുത്ത ഒട്ടകത്തെ അല്ലാഹുവിന്റെ റസൂൽ വിലക്കവരോട് വാങ്ങിയിട്ട് അതാ ഒട്ടകത്തോട് പറഞ്ഞു, നീ നിന്റെ പാട്ടിന് പോയിക്കോളൂ, അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹ്, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്നിട്ട് അതാ ഒരു ശബ്ദമുണ്ടാക്കുന്നത് സഹാബത്ത് കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആമീൻ എന്ന് ചൊല്ലുന്നു. ഉടനെ ഒട്ടകം വീണ്ടും ശബ്ദിക്കുന്നു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ആമീൻ എന്ന് ചൊല്ലുന്നു. വീണ്ടും ഒട്ടകം ശബ്ദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് ചൊല്ലുന്നു. 4-മതും ഒട്ടകം ശബ്ദിക്കുന്നു. അപ്പോൾ ഫബകാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കരയുന്നു. ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഈ ഒട്ടകം പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ജസാകല്ലാഹു അയ്യുഹൻ നബിയ്യു അനിൽ ഇസ്ലാം വൽ ഖുർആനി ഖൈറാ. നബിയേ, ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും വകയിൽ അല്ലാഹു തആല തങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ഒട്ടകം പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി. പിന്നെയോ സുമ്മ ഖാല, പിന്നെ ഒട്ടകം പറഞ്ഞു സക്കറല്ലാഹു റബ്ബ ഉമ്മതിക യൗമൽ ഖിയാമത്തി കമാ സക്കൻത റബ്ബി. നബിയേ, തങ്ങളെ ഉമ്മത്തിന് മനസ്സിലുണ്ടാകുന്ന ബേജാറില്ലേ, വിഷമമില്ലേ ഖിയാമത്ത് നാളിൽ? ആ വിഷമത്തിന് അല്ലാഹു തആല സമാധാനം നൽകട്ടെ. തങ്ങളെ ഉമ്മത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. എന്റെ മനസ്സിന്റെ വിഷമത്തിന് തങ്ങൾ സമാധാനം തന്നില്ലേ, തങ്ങളെ ഉമ്മത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ ചൊല്ലി മക്കളെ. വീണ്ടും ഒട്ടകം പറയുകയാണ് ഹഖനല്ലാഹു ദിമാ ഉമ്മതിക മിൻ അദാഇഹാ കമാ ഹഖൻത ദമീ. അങ്ങയുടെ സമുദായത്തിന്റെ രക്തം അങ്ങയുടെ സമുദായത്തിന്റെ വിരോധികളായ ശത്രുക്കളിൽ നിന്ന് അല്ലാഹ് കാവൽ നൽകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ ഒന്നായി നശിപ്പിക്കുന്ന ഒരു രംഗത്തേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹ് കൊണ്ടുവരാതെ ശത്രുക്കളിൽ നിന്ന് അങ്ങയുടെ ഉമ്മത്തിന്റെ രക്തം അല്ലാഹു കാക്കട്ടെ. ഫഖുൽതു ആമീൻ, ഞാൻ അപ്പോഴും ആമീൻ ചൊല്ലി. ഖാല, പിന്നെ ഒട്ടകം ഒരു ദുആ നടത്തി. ലാ ജഅലല്ലാഹു ബൽസഹാ ബൈനഹാ, മുസ്ലിം സമുദായത്തിനിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കൊലയുമാകുന്ന ഒരു രംഗം അങ്ങയുടെ സമുദായത്തിന് പരസ്പരമുള്ള ഭിന്നിപ്പ് ഇല്ലാതിരിക്കട്ടെ എന്നൊട്ടകം പ്രാർത്ഥിച്ചപ്പോൾ ഫബകൈതു, ഞാൻ കരഞ്ഞു. ഞാൻ ആമീൻ ചൊല്ലാതെ കരഞ്ഞു. ഫബകൈതു, ഞാൻ കരഞ്ഞു. വഖുൽതു, ഞാൻ മനസ്സിൽ വിചാരിച്ചു ഹാദിഹി ഖിസാലു സഅൽതു റബ്ബി ഫഅതാനിഹാ. ഈ ഒട്ടകം ആദ്യം പ്രാർത്ഥിച്ച 3 കാര്യങ്ങളും ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. വമനഅനി ഹാദിഹി, സമുദായത്തിൽ പരസ്പരം ഭിന്നിപ്പില്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പടച്ച റബ്ബ് എനിക്ക് ഉത്തരം തന്നിട്ടില്ലല്ലോ. വഅഖബറനി ജിബ്രീലു അനില്ലാഹി തആല, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് അലാ ഇന്ന ഫനാ ഉമ്മതിക ബിസ്സൈഫി, വാളെടുത്ത് പരസ്പരം വെട്ടുന്ന രംഗം അങ്ങയുടെ സമുദായത്തിന് സംഭവിക്കും നബിയേ. കാരണം ജറൽ ഖലമു ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സംഗതികളൊക്കെ അതായി എഴുതപ്പെട്ടു പോയി, കറക്റ്റായി റിക്കാർഡാക്കപ്പെട്ടു പോയി, അതിന് മാറ്റമില്ല എന്നല്ലേ അല്ലാഹുവിന്റെ ഓർഡറായി ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ ഒട്ടകം എന്റെ ഉമ്മത്ത് തമ്മിൽ ഭിന്നിക്കരുതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഓ മുസ്ലിം സമുദായമേ, ഭിന്നത ഈ സമുദായത്തിൽ ഇല്ലാതിരിക്കില്ല. പക്ഷേ ഭിന്നതയുടെ വക്താക്കൾ നമ്മളാകരുത്. പരമാവധി ഭിന്നിപ്പില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഐക്യത്തോടെ മുസ്ലിം ഉമ്മത്ത് ജീവിക്കാൻ ശ്രമിക്കണം. നാം അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പ്രചരിപ്പിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ പഠിക്കണം. ഹദീസുകൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ പഠിക്കണം. വിവരമില്ലാത്തത് കൊണ്ടാണ് പലരും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. നമ്മുടെ പരിപാടി വിമർശനത്തിനുള്ളതല്ല, ഇതൊരു ഖണ്ഡന പ്രസംഗമല്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് ഇൽമു പഠിക്കാനുള്ള മാർഗമാണ്. കഴിഞ്ഞ കൊല്ലം 7 ദിവസം വഅദ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇക്കൊല്ലത്തെ വഅദ്, കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞത് ഒരു ഹദീസ് 7 ദിവസമാണ്. ഇക്കൊല്ലം പറയുന്നത് ഒരു സൂറത്താണ്. അത് അഅ്ലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെയും
നാളെയും കൃത്യമായി തന്നെ പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ കൃത്യമായി എത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാചകം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് കാവല് ചോദിച്ചതും കലിമാത്തുല്ലാഹിയോട് കാവല് ചോദിക്കാൻ, പരിശുദ്ധാത്മാക്കളോട് കാവല് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ഈ ഒട്ടകം തന്നെ നബിയോട് കാവൽ ചോദിച്ചതും അതെല്ലാം അള്ളാഹുവിന്റെ കാവല് കിട്ടാനുള്ള കാരണമാണ്. മഹാത്മാക്കളോട് ചോദിക്കൽ എന്ന നിലക്കാണ്. വാസ്തവത്തിൽ കാവൽ കൊടുക്കുന്നവൻ അള്ളാഹു തന്നെ. അവനല്ലാതെ കാക്കുന്നവനില്ല, അവനല്ലാതെ കൊടുക്കുന്നവനില്ല. അവനിൽ നിന്ന് എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിൽ പ്രത്യേകം കാവൽ ചോദിക്കൽ സുന്നത്തുള്ള രംഗങ്ങളാണ് ഞാൻ ഹദീസുകൾ ഉദ്ധരിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ കുറിച്ച് വിവരിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا ربي, നിന്റെ ഖുർആനിന്റെ ഇൽമുകൾ നിന്റെ മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചതുപോലെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും അറിയിച്ചു തന്നതുപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അവസാനം ഈമാനോടെ മരിച്ച് നിന്റെ ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ ഹളറത്തിൽ എത്തിക്കണം റഹ്മാനേ. അവിടുത്തോടുള്ള സ്നേഹവും ഖുർആനിനോടുള്ള താല്പര്യവും ഞങ്ങളെ ഖൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അരിയാക്കൂൽ മൊയ്തുഹാജിയുടെ ഭാര്യ ഇന്ന് മരണപ്പെട്ടു എന്നറിയിച്ചു. ഒരു ചെറിയ ഒരു കുട്ടി നമ്പ്യത്താങ്കുണ്ടിൽ അപകടത്തിൽപ്പെട്ട് കുറെ ദിവസമായി ബോധമില്ലാതെ കിടക്കുന്നത് മരിച്ചു എന്ന് കേട്ടു. റബ്ബേ, ഞങ്ങൾ ഇന്ന് വേറെയും ഒരുപാട് ആളുകൾ മരിച്ചു പോയവരുണ്ട്, മുമ്പ് മരിച്ചു പോയവർ ഒരുപാടുണ്ട്. ഞങ്ങളെ സദസ്സിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത പലരും മരിച്ചു പോയവരുണ്ട്. റബ്ബേ, ഞങ്ങളുടെ മരണത്തിന്റെ സമയം ഞങ്ങൾക്കറിയില്ല. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ് തരണം റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങൾ നിരക്ഷിക്കണം റഹ്മാനേ, കാക്കണം റഹ്മാനേ. റബ്ബേ, മരിച്ചുപോയ എല്ലാവരുടെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് മുമ്പ് കാലത്ത് വാഴ് പറഞ്ഞു തന്ന ധാരാളം ആലിമീങ്ങൾ ഈ നാദാവരം മഖബറയിൽ കിടക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങളെ ഉമ്മബാപ്പമാര് കുടുംബക്കാര് പലരും മരിച്ചിട്ടവിടെയുണ്ട്. എല്ലാവരുടെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഈ നാദാപുരത്തിന് ദശക്കണക്കിന് വർഷം ഇൽമിന്റെ വെളിച്ചം നൽകിയ മഹാനായ മർഹൂം കീന ഉസ്താദ് അടക്കം എത്രയോ ആലിമീങ്ങളും ഉസ്താദുമാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യരായ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവിടുന്ന് മരണപ്പെട്ട മാസമാണിത്. റബ്ബേ, ഫാത്തിഹ സൂറത്തടക്കം തഫ്സീർ ഓതി പഠിച്ചത് അവിടെ നിന്നാണ്. അവിടുത്തെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ദർസിലേക്ക് ഇൽമു പഠിക്കാൻ പറഞ്ഞേച്ച ബാപ്പ മരിച്ചതും ഈ മാസത്തിലാണ്. റബ്ബേ, ബാപ്പയുടെ ഖബറിൽ നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. റബ്ബേ, കായപ്പനച്ചിയിലുള്ളൊരു ആള് പ്രത്യേകം പാമ്പ് കടിയേറ്റ് മെഡിക്കൽ കോളേജിലുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നീ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, അദ്കാറിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വിഷങ്ങളും നീ ഇറക്കി കൊടുക്കണം റഹ്മാനേ.